കണ്ണൂർ മിഡ് ടൗൺ റോട്ടറി ക്ലബിന്റെ സ്പോൺസർഷിപ്പിൽ ഇരിട്ടിയിൽ പുതിയ റോട്ടറി ക്ലബ്ബ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരിട്ടി പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനം ചേർന്നു. ഇരിട്ടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും സാമൂഹിക കാരുണ്യ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുക എന്നതാണ് പുതിയ ക്ലബിന്റെ ലക്ഷ്യം. പുതിയ ക്ലബിന്റെ ഔദ്യോഗിക ചാർട്ടർ ഉദ്ഘാടനവും 25-ന് വ്യാഴാഴ്ച 7 മണിക്ക് നടക്കുമെന്നും സംഘാടകർ ഇരിട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന റോട്ടറി പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യം ഇരിട്ടിയുടെ സമഗ്ര പുരോഗതിക്ക് ഏറെ സഹായകരമാകുമെന്നും ഭാരവാഹികളായ കണ്ണൂർ മിഡ് ടൗൺ റോട്ടറി പ്രസിഡന്റ് സുരേഷ് കുമാർ പി, റോട്ടറി ക്ലബ് ഇരിട്ടി പ്രസിഡന്റ് PK ജോസഫ്, ഇരിട്ടി സെക്രട്ടറി നിതിൻ ജോസ്, ജോയിന്റ് സെക്രട്ടറി ജാക്സൺ ജോർജ്, TD ജോസ് എന്നിവർ അറിയിച്ചു. കണ്ണൂർ മിഡ് ടൗൺ റോട്ടറി ക്ലബിന്റെ സ്പോൺസർഷിപ്പിൽ ഇരിട്ടിയിൽ പുതിയതായിട്ട് കണ്ണൂർ മിഡ് ടൗൺ റോട്ടറി ക്ലബ്ബ് സ്പോൺസർ ചെയ്യുന്ന ഇരിട്ടി റോട്ടറി ക്ലബ്ബ് നാളെ വ്യാഴാഴ്ച 25-ാം തീയതി 7 മണിക്ക് ചാർട്ടർ ചെയ്യുകയാണ്. അതിൻ്റെ ഇൻസ്റ്റലേഷൻ സെർമണി ഉദ്ഘാടനം ചെയ്യുന്നത് റോട്ടറി 3204 ഡിസ്ട്രിക്റ്റിൻ്റെ ഡിസ്ട്രിക്ട് ഗവർണർ റോട്ടറിയൻ ബിജോഷ് മാനുവലാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇരിട്ടിയിൽ ഈ ക്ലബിലേക്ക് വന്നിരിക്കുന്നത് വളരെ സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകൾ, അതുപോലെ തന്നെ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വക്കീലന്മാർ, ബിസിനസ്സുകാർ തുടങ്ങിയ പ്രമുഖ വ്യക്തികളാണ്. നാളെ 25ഓളം മെമ്പർമാരാണ് റോട്ടറി ഇൻ്റർനാഷണലിലേക്ക് ഇരിട്ടി റോട്ടറി ക്ലബിൻ്റെ പേരിൽ അംഗങ്ങളായി ചേരാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഇരിട്ടി റോട്ടറി ക്ലബിൻ്റെ ചാർട്ടർ പ്രസിഡൻ്റായിട്ട് PK ജോസഫ്, അതുപോലെ തന്നെ ചാർട്ടർ സെക്രട്ടറി ആയിട്ട് റോട്ടേറിയൻ നിതിൻ ജോസ്, അതുപോലെ തന്നെ ട്രഷററായിട്ട് ഡെറിൻ എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ വൈസ് പ്രസിഡൻ്റായിട്ട് ഡോക്ടർ മാത്യു കുര്യൻ, ജോയിൻറ്റ് സെക്രട്ടറി ജാക്സൺ എന്നിവരും നാളെ റോട്ടറിയിലേക്ക് ചേരുകയാണ്. ഇതിന് പുറകിൽ വളരെ സജീവമായിട്ട് എല്ലാ പിന്തുണകളും നൽകിയിരിക്കുന്നത് നമ്മുടെ ഇരിട്ടിയിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന ഹൈലൈൻ ജോസ് എന്നവരുടെ പരിപൂർണ പിന്തുണയും സഹായങ്ങളും ഒക്കെ കൂടിയാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഈ റോട്ടറി ഇരിട്ടിയിൽ രൂപീകൃതമാകാൻ വേണ്ടി പോകുന്നത്. ഇത് ഇരിട്ടി റോട്ടറി ക്ലബ്ബിൽ ചേർന്നിരിക്കുന്ന മെമ്പർമാരെ സംബന്ധിച്ച് അവരൊക്കെ പല സോഷ്യൽ സംഘടനകളിലും പ്രവർത്തിച്ചിട്ട് പരിചയമുള്ളവരാണ്, കമ്മിറ്റഡ് ആണ്. അതായത് സർവീസ് എബോവ് സെൽഫ് എന്നുള്ള ആ ഒരു മുദ്രാവാക്യത്തിൽ കമ്മിറ്റഡ് ആയിട്ട് വന്നവരാണ് എല്ലാവരും. മറ്റുള്ള സോഷ്യൽ സർവീസ് സംഘടനകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 70% മെമ്പർമാരും യങ്സ്റ്റേഴ്സാണ്. സാധാരണഗതിയിൽ എല്ലാ സോഷ്യൽ ഓർഗനൈസേഷനിലും ഇപ്പോൾ കാണുന്ന ഒരു സ്ഥിതി വളരെ പ്രായമുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ റോട്ടറി ക്ലബ്ബിൽ ഒരു യങ്സ്റ്റേഴ്സാണ്. ഇപ്പോൾ നമ്മുടെ ഭാരവാഹികളെ തന്നെ നോക്കിയാൽ കാണാം, എല്ലാവരും യങ്സ്റ്റേഴ്സാണ്. അപ്പോൾ അത് എന്താണ്, ഭാവി തലമുറയ്ക്ക് ഇരിട്ടിയിലൊരു വളർച്ച ഉണ്ടാകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ ഈ ചെറുപ്പക്കാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു സേവനം, അവരുടെ ഒരു കാഴ്ചപ്പാട്, AI യുഗത്തിൽ നമ്മുടെ നാടിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇൻ്റർനാഷണൽ ലെവലിൽ നിന്നും ഉള്ള സർവീസുകൾ നമുക്ക് ഇരിട്ടിയിലേക്കും കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് റോട്ടറി ക്ലബ്ബ് ഇരിട്ടിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ റോട്ടറി ക്ലബ്ബ് വാഗ്ദാനം ചെയ്യുന്ന, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്ലാനുകളൊക്കെ 100% നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. അത് ഇരിട്ടിയുടെ ഒരു മുഖച്ഛായ തന്നെ മാറ്റാൻ റോട്ടറി ക്ലബ്ബിന് കഴിയും. അതിന് ഞങ്ങൾക്ക് ഇൻ്റർനാഷണലിൽ നിന്നും ഡിസ്ട്രിക്റ്റിൽ നിന്നുമുള്ള സഹായങ്ങളൊക്കെ കിട്ടും. അതെല്ലാം നമ്മൾ ഉപയോഗിച്ച് ഇരിട്ടിക്ക് വേണ്ടി പരമാവധി സർവീസുകൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം.